സാർ രാത്രിയിലൊരു ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന്. ഭർത്താവ് ഭാര്യ തല്ലിയതാ. OP ആയിരുന്നു. ഇഞ്ചുറികളുണ്ടോ? നെറ്റിയിലൊരു ചെറിയ ഇഞ്ചുറി. ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചിരുന്നു. ഇളയ മോനാ ഫോൺ എടുത്തത്. അവൻ്റെ നമ്പർ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞപ്പോൾ അവനൊരൊറ്റ കരച്ചിൽ. അമ്മയാണ് പ്രശ്നക്കാരി, അച്ഛൻ പാവമാണെന്ന്. അമ്മയ്ക്ക് അടുത്തുള്ള ഒരാളായിട്ട് പ്രേമമാണെന്ന്. അച്ഛനത് ചോദിക്കാൻ ചെന്നാണ് പ്രശ്നമായതെന്ന്. നാട്ടുകാരുടെ മുമ്പിൽ അവനും ചേട്ടനൊക്കെ എങ്ങനെ നടക്കുന്നും പറഞ്ഞ് അവൻ ആത്മഹത്യയായ മോണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് രാവിലെ അച്ഛനും അമ്മേനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. സാർ വാ, നിങ്ങളും വാ സാർ. ആ ഇരിക്കും. മക്കളാണല്ലേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിക്കും. ആവലാതിക്കാരന്റെ പരാതിയെ തുടർന്ന് എതിർകക്ഷിയായ ആവലാതിക്കാരന്റെ ഭാര്യയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചതിൽ ഈ കാര്യത്തിൽ ബഹുകോടതി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ എതിർകക്ഷിക്ക് ആവലാതിക്കാരന്റെ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ താമസിക്കാവുന്നതും എന്നാൽ വൈഫിന് വീണ്ടും സുഖമില്ലാണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്നും നാളെ തന്നെ ലീവ് കാണിക്കും. IPയോടൊന്ന് പറ. അയ്യോ സാറേ, 11 മണിക്ക് ഒരു പൈലറ്റ് ഉണ്ടല്ലോ സാറിനിട്ടിരിക്കണേ. അത് ബിനോയ് വിടറാ. അല്ല, ബിനോയ് സാർ ഇൻക്വസ്റ്റിന് പോയിരിക്കുകയാണ്. ഒരു 304. അപ്പൊ ഞാൻ എന്ത് ചെയ്യടാ? നമുക്കേ AB സാറിന് വിടാം. പുള്ളി ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചു നേരം കഴിയട്ടെ, ഞാൻ IPയെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ സാർ. എടാ ജോജോ, നമ്മുടെ അഷറഫ് സാറിന്റെ വൈഫ് വീണ്ടും ഹോസ്പിറ്റലായിരുന്നു. 2 ദിവസം ലീവ് കാണിക്കാൻ. 11 മണിക്കൊരു പൈലറ്റ് ഉണ്ടല്ലോ സാറേ. അത് AB സാർ പോയിക്കോളും. ശരി. നമസ്കാരം, പള്ളിക്കര PS. നമസ്കാരം സാറേ, ഒരു ഇൻറ്റിമേഷൻ ഉണ്ടല്ലോ തഗ്ദീസ് ഹോസ്പിറ്റലിൽ നിന്നാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. സാർ. പറഞ്ഞു. പേര് ഹബീബ്. ഹബീബ്. ഏജ് 61. 61. സൺ ഓഫ് അബൂബക്കർ. ചേറാടി വീട്, കുമാരമ്പടി, പള്ളിക്കര. ചേറാടി വീട്. RTA-യിൽ പരിക്ക് പറ്റി ടിയാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് പുക്കാട്ടുപടി അക്ബർ ഹോട്ടലിന് മുമ്പിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയം സ്കൂട്ടർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ആൾക്ക് പരിക്കെങ്ങനെയാ? നല്ല പരിക്കുണ്ട് സാറേ. വലതുകാലിന് ഒടിവും തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട്. ആളെ ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്പർ തരാം. പറഞ്ഞു. 99 61 61 98 13 36. സാറിന്റെ പേര് പറയാമോ? SA ശിവൻ. ശരി സാറേ. എത്ര മണിക്കാണ് പയറ്റെന്ന് പറഞ്ഞേ? 11 മണിക്കാ സാറേ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുട്ടാത്താൻ 15 മിനിറ്റ് മതി. സലീമേ സാർ വാ. ഹലോ, എന്താ അമ്മ വിളിച്ചത്? മോളെ, ദർശൻ പിന്നെയും വിളിച്ചുട്ടോ. മോള് മനഃപൂർവ്വം ചെല്ലാതിരിക്കുവാന്നാ അവൻ പറയുന്നേ. ചുമ്മാ ചീത്ത വിളിക്കുക. ആര്? അമ്മേനെയോ? എന്നെയല്ല, മോളെയാ. എന്നെ അത് വിളിച്ചോട്ടെ, എപ്പോഴും ഉള്ളതല്ലേ. മോള് വേഗം ഒന്ന് ഇറങ്ങാൻ നോക്ക്. കുട്ടികൾ പേടിച്ചിരിക്കുകയായിരിക്കും. മോക്കൊന്നവനെ വിളിക്കാവോ? മോളെന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, ഞാൻ ഓരോന്ന് ഓർത്തുപോയതാ. മറ്റുള്ളവർ തീരുമാനിച്ച ജീവിതമല്ലേ എൻ്റെ. അതുകൊണ്ട് കുറ്റബോധമൊന്നുമില്ല. എല്ലാ അച്ഛനും അമ്മയ്ക്കും പറ്റിയ തെറ്റാ. അച്ഛനെന്തി ഇവിടെ സങ്കടപ്പെട്ടിരിപ്പുണ്ട്, കൊടുക്കണോ? വേണ്ട, അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ദർശേട്ടനെ വിളിച്ച് സംസാരിച്ചോളാം. കുറേ എഴുതാനുണ്ട്, അത് തീർത്തിട്ട് വേണം പോവാൻ. അവിടെ മഴയുണ്ടോ? ഇല്ല, ഇവിടെ നല്ല മഴയാണ്. ഞാൻ വിളിക്കാട്ടോ. ശരി മമ്മ. സാറ് അച്ഛനോടും അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. ഒന്നുകൂടി പറയാമോ നമ്പർ? 98 47 98 47
0336 0336 55. 55. ഓക്കെ ശരി. ആ പോലീസ് ഇപ്പോൾ എത്തിട്ടോ. അവിടെ എത്തിയിട്ട് ഈ നമ്പറിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിക്കും. ഓക്കെ ശരി സാറേ. സാറേ, എന്താ പ്രസാദേ? ആശാമ്പടിയിൽ പ്രശ്നം നടക്കണം. എന്താണ്? ഒരുത്തൻ വെട്ടുകത്തിയായിട്ട് പെണ്ണുമ്പിള്ളനെ വെട്ടാൻ വേണ്ടി നടക്കണം. എൻ്റെ പൊന്നെ, എന്നിട്ട് വെട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് പാട്ടിന് വിട് സാർ. ഏത് പാർട്ടിനെ? ഇവിടെയും കാര്യമില്ല. മൊബൈലോട് പൈലറ്റിന് പോയി, വേറെ വണ്ടിയില്ല. സാർ ചെന്തിലെങ്കിൽ അവിടെ ഭയങ്കര സീനാവും. നീ വെറുതെ പെടിവിയില്ല പ്രസാദേ. മനോജ് സാറേ, ഇത് ആശാമ്പടിക്കൽ ബേളം നടക്കണമെന്ന് ഒരുത്ത അവൻ്റെ പെണ്ണുമ്പിളെ വെട്ടാനോ ഓടിക്കുക. എന്താ ചെയ്യണേ? ആ കേട്ടു ഞാൻ എന്ത് ചെയ്യാനാ? IPയോട് പറ. ഒരു പുതിയ ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഒരു കുറവ് ഈ നിമിഷം വരെ വരുത്തിയിട്ടുണ്ടോന്ന് സാറിന് ചോദിച്ചു നോക്ക്. എന്താ ശിവ? സാർ, ആശാമ്പടിക്കൽ വീട്ടിൽ ബഹളം നടക്കുക. ഒരുത്തൻ അവൻ്റെ ഭാര്യനെ വെട്ടാനോ ഓടിക്കുക. ആ അതാ തെണ്ടിയാവും. ആ താടി കലേശൻ. ഒന്ന് നോക്കി. സാറേ, വണ്ടിയില്ല. 2 വീലറിൽ പൊക്കൂടെ? സാർ, മഴയാണ് സാർ. കോട്ടില്ലടോ. സാർ, ആ ഈ മഴയത്ത് 2 വീലർ പോകാൻ സാറ് പറയണേ. എന്താ ചെയ്യണേ? ഓനെ സാധിക്കേ നിന്റെ കാർ എടുക്കടാ. അല്ലെങ്കിൽ തന്നെ കേസ് എഴുതി മരിക്കുക. വല്ല വള്ളിയാണ് മുമ്പ് പോയിട്ട് വരാം. ഒന്ന് വാടാ. സാറ് വെറുതെ നാവിടുത്ത് ഓരോന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഇതിനെ കേസ് കൊണ്ട് തലക്കൂടെ പ്രാന്ത് പിടിച്ചിരിക്കും. നീ വാടാ സാധിക്കേ. ഒന്ന് പോ സാറേ. അവിടം വരെ പോയിട്ട് വരണമെങ്കിൽ 10-16 കിലോമീറ്റർ ഓടണം. 100 പെട്രോളിൽ എത്തുകയില്ല. ഞാൻ കാർ എടുക്കുകയില്ല. എടാ, പെട്രോളൊക്കെ ഞാൻ അടിച്ചു തരാം. നീ വാ. എല്ലാം GD തലയല്ലേ? ഒന്ന് ചെല്ല് സാധിക്കേ. കുരിശായ എല്ലാവർക്കും പണിയല്ലേ? പ്രസാദേ, ദേ സാറ്. ആ അവൻ്റെ നമ്പർ പറഞ്ഞേ. 88 സാർ 631 24 25. കാണാപാടമാണ്. പുറത്ത് പെറ്റീഷൻകാരുണ്ടോ? 8ഓളം പേരുണ്ട്. ഒരു കാര്യം ചെയ്യാം, വനിതയോട് വരാൻ പറഞ്ഞേ. ശരി സാർ. വനിതാ സാറേ, IP വിളിക്കുന്നുണ്ട്. ആ സാറേ, ഇത് രണ്ടൊന്ന് വാങ്ങി തരണേ. ഒരെണ്ണം കാർമലും ഒരെണ്ണം രാജഗിരിയും. അപ്പോൾ ആര് വിടും? സാധിക്ക് പോയി വരട്ടെ, അവന് വിടാം. ചെല്ല്, IP എന്തിനാ അന്വേഷിച്ച് നോക്കും. ആ സാർ. ആ എന്താ ചെയ്യാവനിത്? പണ്ട് പാമ്പിൻ്റെ വണ്ടിയുടെയും കഥ പറഞ്ഞ അവസ്ഥയാണ്. രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുന്നതല്ലാതെ കരക്കെടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. പുറത്താണെങ്കിൽ ഒരുപാട് പെറ്റീഷൻകാർ വെയിറ്റിംഗാണ്. ഒരു കാര്യം ചെയ്യും, വനിതന് ഇത് ഹാൻഡിൽ ചെയ്യും. ആ ഇതാ തെണ്ടിയുടെ നമ്പറാ. മറ്റേ ഒന്ന് വിളിപ്പിക്കേ. വരുമ്പോൾ എനിക്കൊന്ന് കാണണവനെ. വരൂ. ശരി. അതെ പ്രസാദ് സാർ, ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ടേ ഇയാളോടൊന്ന് വരാൻ പറ. ഒരു കേസിൻ്റെ കാര്യം പറയാനെന്ന് പറഞ്ഞു. ഇതെന്താ കേസ്? അത് പിന്നെ പറയാം. ഈ കേസിനാണോ സാധിച്ചല്ല? അല്ലല്ല, അത് പെറ്റീഷൻകാരെ വിളിക്കാനായിരിക്കും. ഇവിടെ നിൽക്കട്ടോ, ഒരു മിനിറ്റ്. എൻ്റെ മനാഫേ, ഈ സ്റ്റേഷനിൽ GD കയറാൻ ഞങ്ങൾ 6 പേരല്ലേ ഉള്ളൂ. ആ ഞങ്ങൾ തന്നെ വേണ്ടേ ഇവിടെ വരുന്ന കേസെല്ലാം എഴുതി തീർക്കാൻ? ഒന്ന് പറയാൻ. എല്ലാ സ്റ്റേഷനിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ള സ്റ്റേഷനിലെ അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇങ്ങനെ ഒരു ദുരവസ്ഥ എൻ്റെ അറിവിൽ ഒരു സ്റ്റേഷനിലും ഇല്ല. കേസ് എഴുതാനുള്ള മടി കൊണ്ട് തർക്കിക്കുകയാണെന്ന് വിചാരിക്കരുത്. മറ്റുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ മനാഫേ ഞങ്ങൾ ഈ കേസ് എഴുതാതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിലേ ആയതൊക്കെ എല്ലാം അറിയാവുന്ന നീയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വലിയ കഷ്ടമാട്ടോ. നാളെ പള്ളി ഡ്യൂട്ടിക്ക് ആളെ പറഞ്ഞു. ഇതുവരെ ഇല്ല. സാറ് റിക്വസ്റ്റ് ഒന്ന് എടുത്തു തരണേ. അതെന്താ കേസ്? ഓ അത് വലിയ കഥയാ, പറയാം.